ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളൊരിടം വരെ പോവുകയാണേ. ഞങ്ങളെവിടെയാണ് പോകുന്നതെന്നുള്ളത് പോകുന്ന വഴിക്ക് കാണിച്ചു തരാവേ. ഞാനിപ്പോൾ കടയിലോട്ടാണെന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുവാണ്. പക്ഷെ ഞങ്ങൾ പോകുന്ന കടയിലോട്ടല്ല ഗൈസ്, ഞങ്ങളിവിടെ സ്ഥലം വാങ്ങി ഗൈസ്. ഞങ്ങളുടെ സ്വന്തം പ്രോപ്പർട്ടിയിലോട്ടുള്ള യാത്രയാണ്. ചേട്ടായിക്ക് നാണം വരുന്നു അങ്ങനെ പറഞ്ഞപ്പോൾ. സാംവിക്കയുടെ സ്വന്തം പേരിലുള്ള സ്ഥലം, സാംവിക്ക വള്ളിമലയുടെ സ്വന്തം പേരിലുള്ള സ്ഥലം കാണാനായിട്ട് ഞങ്ങളിതാ പോകുന്നു. ജാതിക്ക തിന്നാനെടുക്കട്ടെ. അയ്യോ, ഇത് കണ്ട് കൈ ജാതിക്ക. ഫ്രണ്ടിൽ കയറി നിൽക്ക് പോനെ. ജാതിക്ക കിട്ടി, നല്ല പുളി. അയ്യോ, ഞങ്ങളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ അങ്ങോട്ടേക്ക്. അപ്പോൾ ദേ നമ്മളാ സ്ഥലത്തോട്ട് എത്തി. അപ്പോൾ അവിടെ വഴിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വലിയൊരു പാറയായിരുന്നു കേട്ടോ. പാറയൊക്കെ വെട്ടി നികത്തുന്നുണ്ട്. നമുക്ക് വിറകെടുക്കാൻ മേലേട്ടായി മരം ഒരു വെട്ടി തരുമോ? മരം വെട്ടുമോ? ഇല്ലല്ലോ. അവിടെ JCB വന്ന് ഇവിടെ ഇതാണ് വഴി പോയത്. അയ്യോ, അത് മുകളിലല്ലേ പൊട്ടിക്കുന്നേ JCB. ഇതിനെടുത്തോ, കൊച്ചിനെ എടുത്തോ. ഇതാണോ അശ്വിനി ചേച്ചിക്കൊക്കെ ഉള്ള വഴി പോകുന്നത്? പാറ മൊത്തം എടുത്തല്ലേ. നല്ല കരിങ്കല്ലാണല്ലോ ഇത്, വീട് പണിയാൻ പറ്റുന്ന കരിങ്കല്ലാണല്ലോ അല്ലേ? അല്ലേ, ആ വീട് പൊളിച്ചോ മണ്ടാരത്തെ? അത് റബ്ബർ വെട്ടണ്ടേ? റബ്ബറൊക്കെ വെട്ടണ്ടേ? അവർക്ക് എന്താ പറഞ്ഞേക്കുന്നത്? അതോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടി. റോഡ് ദേ അവിടെ വരും. ഇച്ചിരി മണ്ണിട്ട് റോഡാണേ താഴോട്ട് കിടക്കുന്നത്. ഇവിടെ എല്ലാം ഇനി റോഡ് വരുന്നതാ. താഴെ ദേ വീട് ഒരെണ്ണം പണിയുന്നുണ്ട്. JCBയുടെ സൗണ്ടാട്ടോ. ഇതാണ് ഞങ്ങളുടെ സ്ഥലം. അയ്യോ അയ്യോ, നമുക്കിവിടെ ചെറിയ പാറക്കല്ലുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ചെറുതാ. വാഗത്തിൽ കൊണ്ട് വരുവായിരുന്നെങ്കിൽ ഇത് വിറക് വെട്ടിയെടുക്കായിരുന്നല്ലോ. വാക്കത്തി കൊണ്ട് വരുവാണെങ്കിൽ കൂടി വിറക് വെട്ടിയെടുക്കായിരുന്നല്ലോ. അതേ ആണിയാ കിടക്കുന്നത്. ഇത് കത്തിക്കാനാ നാളെ വരാം അല്ലേ? അത് നാളെ എങ്ങനെ വരും? നാളെ വീട്ടിൽ പോലെ ഒടിച്ച ഒടിയുന്നതാണോ നോക്കിക്കേ. ഇത് ഈ വേരുന്നല്ല കത്തിക്കാനാ. അവർക്ക് ഏത് ഭാഗം ഏട്ടായി കൊടുത്തേക്കുന്നത്? അപ്പോൾ അശ്വിനി ചേച്ചിക്കൊക്കെ ഇതിൻ്റെ പുറകാണോ? മനസ്സിലായില്ല. ഇതാണ് അതിര് വരുന്നത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇത്ര 5 സെന്റ് നമുക്ക് വരുന്നു. അവിടുന്ന് റോഡിൽ നിന്ന് കയറി വന്ന് ഇത് അവർക്ക് വഴി കൊടുത്തേക്കുന്നു. വഴി ഇങ്ങനെ പോകും അങ്ങനെ. പിന്നെ ഇതാണ് അതിര് വരുന്നത്. ഇത് റബ്ബർ നിൽക്കുന്നത്. റബ്ബറെല്ലാം വെട്ടണം. റബ്ബറെല്ലാം വെട്ടി നിരപ്പാക്കണം. അതായത് താഴത്തെ പോലെ. ഇച്ചിരി ദൂരമേ ഉള്ളൂ നമ്മുടെ വഴികൾ. പാറ മൊത്തം ഇതേ ഈ രീതിയിലാക്കി. പാറ മൊത്തം ആ പാറയുടെ പൊക്കത്തേക്കുള്ള
സുമയോ ഏത് മനസ്സിലായില്ല എനിക്ക്. അപ്പോൾ വഴി എന്ന് പറഞ്ഞത് ആണോ? ആ 9 അടി വീതിയിൽ. ആ ഹാ അതായത് അപ്പം അവർക്ക് അപ്പം അത്രയും വീട് പണിയാനുള്ള സ്ഥലം ഇല്ലല്ലോ അപ്പം. ആ താഴെയും കൂടി ചേർത്ത്. ആ ആ ആ ഹാ പിന്നെ പുറയിലോട്ടുള്ള 10 സെന്റ് വേറെ അവർ മേടിച്ചു. മറ്റേ നമ്മൾ അങ്കമ്പാടി വെച്ച് കൊച്ചിനെ എടുക്കാൻ പോയില്ലേ. അപ്പോൾ മൊത്തത്തിൽ 3 വീട് വരും ഈ സ്ഥലത്ത്. 3 1 2 3 4 വീട്. ആ 4 അപ്പുറത്ത്. അതിൻ്റെ അവിടെ 5 വീട്. ആ ഹാ അപ്പോൾ അതാണ് ഞങ്ങളുടെ സ്ഥലം, ഞങ്ങൾ മേടിച്ച സ്ഥലം. പണികളൊക്കെ തുടങ്ങണം, സമയമുണ്ട്. നമ്മളിതേ തിരിച്ചു പോവാണ്. റബ്ബർ വിറകാ, നല്ല വിറകാ. ഇപ്പം ഞങ്ങൾ പോവാണ് ഗൈസ്, ഞങ്ങൾ പോവാണ്. ഇങ്ങോട്ട് വണ്ടിയെ കയറി ഇച്ചിരി ദൂരമുള്ളത് നമുക്ക് റോഡിലോട്ട്. ഇവിടെ നിന്ന് മെയിൻ ടൗണിലോട്ടും ഏകദേശം 2 വളവുള്ളൂ കേട്ടോ. ഇവിടെ ഒരു വീട് പണിയുന്നതാണ്. ഇത് ഇത്രയും ദൂരമേ ഉള്ളൂ നമ്മുടെ ടാറിട്ട റോഡിലോട്ട്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലെന്ന് പറയടി. മറക്കല്ലേ.